ഹായ് ഓൾ, ആവലോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും മാതാപിതാക്കൾക്കുള്ള ഒരു ആശങ്കയാണ് കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള പല ചോദ്യങ്ങളും ഉണ്ടാവും. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വരുന്നത്. പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളിലും പാരൻസ് അനുഭവിക്കുന്ന പെയിന് എങ്ങനെ മനസ്സിലാക്കാം, അവരെ എങ്ങനെ തിരിച്ചറിയാം, ഏത് രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. അപ്പം നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കിടക്കാം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മെമ്പർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കുട്ടിക്ക് ക്ലാസ്സിൽ എളുപ്പത്തിൽ മനസ്സിലാകാറില്ല, ഇത് ലേണിംഗ് ഡിഫിക്കൽട്ടി ആണോ? ഓക്കെ, ഇവിടെ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഒരുപോലെ ആകണമെന്നില്ല. ചിലർക്ക് എഴുതാനുള്ള പ്രയാസമായിരിക്കും, വായിക്കാനുള്ള പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ അക്ഷരങ്ങൾ മനസ്സിലാക്കാനോ പഠിപ്പിക്കുന്നത് മനസ്സിലാകാനോ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കാത്തതായിരിക്കും. പല കാരണങ്ങളായിരിക്കാം കുട്ടി പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ബാക്കിലുള്ളത്. അപ്പം അത് ഡിസ്ലെക്സിയ, ADHD, അതുപോലെ തന്നെ സ്ലോ ലേണിംഗ് തുടങ്ങിയ എന്തെങ്കിലും ലക്ഷണങ്ങളായിരിക്കാം കുട്ടിക്ക് ഉണ്ടാവുന്നത്. ഇത് എന്താണെന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കലും കുട്ടിക്ക് എന്ത് ഇഷ്യൂസ് ആണ് എന്നുള്ളതിൻ്റെ ബാക്കിൽ നോക്കണം. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ഇത് പേടിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. എന്താണ് കാരണം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അനിവാര്യമായിട്ടുള്ള ഘടകമുള്ളത്. അതിന് പല ട്രെയിനിങ് സെൻറ്റേഴ്സും ഉണ്ട്. ആവലോണിലൊക്കെ നമ്മൾ നന്നായിട്ട് ട്രെയിനിങ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മാം, അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ആൻസർ തന്നെയാണ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെമഡിയൽ ട്രെയിനിങ് എങ്ങനെ കുട്ടിക്ക് സഹായകമാണ്? റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രോബ്ലം ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെത്തേഡുകൾ അവർക്ക് സ്പെഷ്യൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് നൽകുന്നതാണ്. അത് ചിലപ്പം റൈറ്റിങ്ങിലാവാം, റീഡിങ്ങിലാവാം, ചിലപ്പം കോൺസെൻട്രേഷൻ കൂടുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കാം, മെമ്മറി ബൂസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെ സ്ലോ ലേണിംഗ്, സ്ലോ റൈറ്റിംഗ് പോലുള്ള ഏതെങ്കിലും ഒരു കാരണത്തിന് ഇൻഡിവിജ്വലി അവർ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ട്രെയിനിങ്ങുകളെയാണ് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് പഠനപ്രയാസം അനുഭവിക്കുന്ന, പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. എങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഗ്രാജ്വലി അവൻ്റെ അക്കാദമിക്സിൽ ഇംപ്രൂവ് ചെയ്യാനും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. ഒരു പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിലൂടെ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുക എന്നുള്ളത് പാരൻസിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അത് കറക്റ്റ് ഗൈഡൻസ് നൽകുന്ന ഒരു സെൻറ്ററിലേക്കും കൂടെ എത്തിക്കുക എന്നുള്ളത് പ്രത്യേകം അനിവാര്യമാണ്. ഓക്കെ മാം, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമ്മളെല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, പാരൻറ് ട്രെയിനിങ് എന്തിനാണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, കുട്ടിയുടെ പഠന പ്രയാസം പാരൻസിന് അവെയർ ആവുന്നതിൻ്റെ ആവശ്യകത എന്താ എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു പെയിന് മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല. കുട്ടികൾ അനുഭവിക്കുന്ന ആ സ്ട്രഗ്ലിങ്, മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ, അല്ലെ മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു മാനസിക ആഘാതം പലപ്പോഴും പാരൻസിന് മനസ്സിലാക്കാറില്ല. കുട്ടിയെ മനസ്സിലാക്കാനും ആ കുട്ടിയുടെ ഫീലിംഗ് എന്താണെന്നും ആ ഇമോഷൻ എന്താണെന്നും സ്വയം മനസ്സിലാക്കി കുട്ടിയോട് ബിഹേവ് ചെയ്യുന്നതിന് പാരൻസ് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയുടെ ഇമോഷണൽ സപ്പോർട്ടിനും ഇൻഡിവിജ്വൽ കെയറിനും കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഒരു പാരൻ്റ് എന്ന നിലയിൽ കുട്ടിയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും നല്ല ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്. കൂടുതൽ ഉയർച്ചയിലേക്ക് ആ കുട്ടിക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു പാരൻ്റ് അവനെ മനസ്സിലാക്കി എന്നുള്ള ബോധ്യം വരുമ്പോൾ തന്നെ കുട്ടിയുടെ ബൂസ്റ്റിങ് കൂടുകയാണ്. ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു ഫീൽ വരുമ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുകയാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാരൻ്റൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളെ പ്ലാറ്റ്ഫോമിലൂടെ ഫ്രീ ആയിട്ട് പാരൻസിന് എല്ലാ വീക്കിലും ട്രെയിനിങ് നൽകുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ കാലഘട്ടത്ത് പാരൻസ് കുട്ടികളെ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീക്ക്ലി ഫ്രീ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ട്രെയിനിങ്ങിലേക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആക്സസ് ആണ് നമ്മളെ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാനും അവിടെ നടക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങളെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിനും എല്ലാം മറുപടി നൽകാൻ അവിടെ നിങ്ങളെ കോച്ചസ് റെഡിയാണ്. താങ്ക് യു ഓൾ. ഈ ഒരു സമയത്ത് നമ്മളെ കേട്ട് നമ്മുടെ കൂടെ നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഇതുപോലെ നിങ്ങളെ കുട്ടികളെ സംബന്ധിച്ച് പല ചോദ്യങ്ങൾക്കും നിങ്ങളുണ്ടാവും. താഴെ കമൻ്റ് ആയിട്ട് നിങ്ങളെ ചോദ്യം മെൻഷൻ ചെയ്യുക.
നമ്മൾ നാളെ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. താങ്ക് യു.